മതമോ രാഷ്ട്രീയമോ അതിർത്തിയോ നോക്കാതെ ലോകത്തിൻ്റെ ഏതു കോണിലും കണ്ണുനീർ തുടക്കാൻ എത്തുന്ന ഒരു കൈയുണ്ട്. അതാണ് റെഡ് ക്രോസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീശൻ തയ്യിൽ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് അതിമനോഹരമായ ഒരു ദിവസമാണ്. ഇന്നാണ് മെയ് 8. ലോകമെങ്ങും ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. വേൾഡ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് ഡേ ആയി നമ്മൾ ആഘോഷിക്കുന്ന മഹത്തായ ദിവസമാണിന്ന്. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ ഈ പ്രസ്ഥാനത്തെയും അതിന് പിന്നാലെ നിൽക്കുന്ന മഹാമനസ്കരെയും ഓർക്കാൻ മാറ്റിവെച്ച സുദിനമാണ് ഇന്ന്. എന്താണ് റെഡ് ക്രോസിൻ്റെ ചരിത്രം? ആരാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്? എന്തുകൊണ്ട് നാം റെഡ് ക്രോസിനെ പിന്തുണക്കണം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂണറ്റിൻ്റെ ജന്മദിനമാണ് മെയ് 8. സൾഫറിനോ യുദ്ധഭൂമിയിലെ മുറിവേറ്റ പട്ടാളക്കാരുടെ ദുരിതം കണ്ട് മനസ്സ് നൊന്ത അദ്ദേഹം രൂപീകരിച്ചതാണ് ഈ മഹത്തായ പ്രസ്ഥാനം. 1948 മുതലാണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ ദിനം ആഗോളതലത്തിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. എന്താണ് റെഡ് ക്രോസ്, എന്താണ് റെഡ് ക്രസന്റ് എന്ന് നോക്കണ്ടേ? യുദ്ധങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവയുണ്ടാകുമ്പോൾ ജാതി, മത, വർണ്ണ വിവേചനമില്ലാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണിത്. ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ റെഡ് ക്രോസ് ചുവന്ന കുരിശ് എന്നും, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ റെഡ് ക്രസന്റ് ചുവന്ന ചന്ദ്രക്കല എന്നും ഇത് അറിയപ്പെടുന്നു. ചിഹ്നങ്ങളുടെ വ്യത്യസ്തമാണെങ്കിലും ലക്ഷ്യം ഒന്നാണ്, അതായത് മനുഷ്യ സേവനം. എന്തുകൊണ്ട് നാം ഇവരെ പിന്തുണക്കണം എന്ന് നോക്കണ്ടേ? ഒന്ന്, നിഷ്പക്ഷതയാണ്. അവർ ഒരു പക്ഷത്തോടും ചേരാതെ ദുരിതബാധിതരെ മാത്രം സഹായിക്കുന്നു. രണ്ടാമത്, ആരോഗ്യ സേവനമാണ്. രക്തദാനം, പ്രാഥമിക ചികിത്സ, ദുരന്ത നിവാരണം എന്നിവയിൽ ഇവർ മുൻപന്തിയിലാണ്. മൂന്നാമതായി, സന്നദ്ധതയാണ്. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തിയാണ് മറ്റുള്ളവരെ രക്ഷിക്കുന്നത്. ഇവരെ പിന്തുണക്കുക എന്നത് നമ്മുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇരുട്ടിൽ ഉഴലുന്നവർക്ക് റെഡ് ക്രോസ് ഒരു വഴിവിളക്ക് പോലെയാണ്. അത് പ്രത്യാശയുടെ പ്രകാശം പരത്തുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് യഥാർത്ഥ ജീവിതം. യുദ്ധഭൂമിയിൽ പൂക്കുന്ന സ്നേഹത്തിൻ്റെ പൂവാണ് റെഡ് ക്രോസ്. റെഡ് ക്രോസിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അടുത്ത് വായിച്ച ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ദ സ്റ്റോറി ഓഫ് ദ വൈറ്റ് ഫ്ലാഗ്. ഒരിക്കൽ ഒരു രാജ്യത്ത് കനത്ത യുദ്ധം നടക്കുന്ന ഒരിടത്ത് മുറിവേറ്റ നൂറുകണക്കിന് ആളുകൾ രക്തത്തിൽ കുളിച്ചു കിടന്ന് സഹായത്തിനായി കേണു. ഇരുവിഭാഗവും വെടിവെപ്പ് നിർത്താൻ തയ്യാറായില്ല. അപ്പോൾ ചുവന്ന കുരിശുള്ള വെള്ളക്കൊടിയുമായി ഒരു സംഘം ആളുകൾ അതിൻ്റെ നടുവിലേക്ക് നടന്നു വന്നു. ആ ചിഹ്നം കണ്ടതും തോക്കുകൾ താഴ്ത്തപ്പെട്ടു. ശത്രുക്കൾ പോലും ആ ചിഹ്നത്തെ ബഹുമാനിച്ചു. കാരണം അത് സേവനത്തിൻ്റെ അടയാളമായിരുന്നു. എന്താണ് ഈ കഥയുടെ ഗുണപാഠം സുഹൃത്തുക്കളെ? സ്നേഹത്തിനും സേവനത്തിനും യുദ്ധങ്ങളെപ്പോലും തോൽപ്പിക്കാൻ കഴിയും എന്നല്ലേ?
പ്രിയപ്പെട്ടവർ, റെഡ് ക്രോസ് വെറുമൊരു സംഘടനയല്ല, അതൊരു വികാരമാണ്. നമുക്കോരോരുത്തർക്കും ഒരു റെഡ് ക്രോസ് പ്രവർത്തകനാകാം. നമ്മുടെ ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ, ദുഃഖത്തിൽ പങ്കുചേരാനും അവരെ സ്നേഹിക്കാനും സഹായിക്കാനും നാം തയ്യാറാവണം. എന്താണ് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ചുരുക്കമെന്ന് നോക്കണ്ടേ? മെയ് 8 ഹെൻറി ഡുനൻ്റെ ഓർമ്മക്കായി റെഡ് ക്രോസ് ദിനം ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. ഇന്നത്തെ സന്ദേശം നിഷ്പക്ഷമായ സേവനത്തിലൂടെ ലോകസമാധാനം കൈവരിക്കുക എന്നതാണ്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ദുരന്ത സമയത്ത് ലോകത്തിൻ്റെ അത്താണിയാണ് ഈ പ്രസ്ഥാനം എന്നതാണ്. ഇന്ന് ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് നോക്കാം. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള റെഡ് ക്രസൻറ്റ് സൊസൈറ്റിയിൽ രക്തദാതാവായി പേര് രജിസ്റ്റർ ചെയ്യുക. അടിസ്ഥാനപരമായ പ്രഥമ ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് പഠിക്കാൻ സമയം കണ്ടെത്തുക. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും അവർക്ക് നിരുപാധികം പിന്തുണ നൽകുകയും ചെയ്യുക. പ്രിയപ്പെട്ടവർ, മാനവികത അല്ലെങ്കിൽ സ്നേഹം എന്നുമെന്നും നിലനിൽക്കട്ടെ. എല്ലാവർക്കും ഒരു മനോഹരമായ റെഡ് ക്രസൻറ്റ് ദിനം, വേൾഡ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത്രയും നേരം ഈ ചെറു പ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തയ്യിൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. അടുത്ത ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.